ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. വൈകുന്നേരമായിട്ടും കാശിയെ കാണാഞ്ഞ് വഴിക്കണ്ണുമായി കാത്തിരിക്കുകയാണ് പത്മം. ആലിൻ ചുവട്ടിൽ രാജീവൻ്റെ മടിയിൽ തലയും വെച്ച് കിടക്കുകയാണ് കാശി. നേരം കുറേയായി കാശി, മണി 4 കഴിഞ്ഞു. ഇനിയും ഇങ്ങനെ ആലോചിച്ച് കിടന്നാൽ ഒരന്തവും കുന്തവും എത്തില്ല. നിന്നോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിഞ്ഞു, പക്ഷേ എനിക്ക് മാത്രം എന്താടാ കഴിയാത്തത്? കാശി എഴുന്നേറ്റിരുന്നു. അത് നിന്റെ തോന്നലാണ് കാശി. ആർക്കും ഒന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ നീ മാറിയേ മതിയാകൂ. ചില കൂടിച്ചേരലുകൾ അത് ഈശ്വര നിശ്ചയം പോലെ മാത്രമേ നടക്കുകയുള്ളൂ. ഈ ആലോചനയുമായി നീ മുന്നോട്ട് പോകാനുള്ള കാരണം തന്നെ അമ്മയും അമ്മാവനുമാണെന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടിയെങ്കിലും നീ ഇത് സമ്മതിച്ചല്ലോ. പക്ഷെ ഒരു കാര്യം, നീ ഇതോടുകൂടി എല്ലാം മറക്കണം. കാലം മായ്ക്കാത്ത മുറിവുകളൊന്നുമില്ലെന്നല്ലേ പറയുന്നത്? നിന്റെ ഭൂതകാലം നീ മറവിക്ക് വിട്ടുകൊടുക്കണം. അത് ഓർത്തുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും വേദനയല്ലാതെ സന്തോഷമുണ്ടാവില്ല. മറ്റൊന്നും ചിന്തിക്കേണ്ട. അമ്മയും അമ്മാവനും അവർ ജീവിക്കുന്നത് പോലും നിനക്ക് വേണ്ടി മാത്രമല്ലേ കാശി? നിന്റെ ദുഃഖങ്ങളും പേറി നീ പോയപ്പോൾ ഇവിടെ ബാക്കിയായത് ആ 2 ജന്മങ്ങൾ മാത്രമാണ്. അത് നീ മറക്കരുത്. ഇനിയും പഴയതൊന്നും നീ ആലോചിക്കരുത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ ഗൗരിയെ മറക്കുന്നത്? ചോദിക്കുമ്പോൾ കാശിയുടെ ഒച്ചയിടറിപ്പോയി. വേദനയോടെയാണെങ്കിലും അതൊക്കെ നീ മറന്നേ പറ്റൂ. രാവിലെ തന്നെ കണാരൻ കുന്നത്തെത്തിയിരുന്നു. ഞാൻ വൈകിയോ ശേഖര? കയ്യിലിരിക്കുന്ന തോർത്തുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് 2 എണ്ണം അഴിച്ചുമാറ്റി അയാൾ വിയർപ്പാറ്റിക്കൊണ്ട് തിണ്ണയിലിരുന്നു. നേരം ഇത്രയങ്ങ് വെളുത്തതേ ഉള്ളൂ. വെയിലിന് എന്തൊരു ചൂടാ. രാഗിണി, കണാരന് ഒരു ഗ്ലാസ് സംഭാരം ഇങ്ങെടുത്തേക്ക്. അകത്തേക്ക് നോക്കി ശേഖരൻ വിളിച്ചു പറഞ്ഞു. വിളിച്ച് നാവ് വായിലേക്കിട്ടതും രാഗിണി സംഭാരവുമായി ഉമ്മറത്തെത്തി. കുഞ്ഞ് റെഡിയാണോ ശേഖര? റെഡിയായി. അമ്മയെയും കൂട്ടി ഇപ്പോൾ വരും. അപ്പോഴേക്കും അമ്മയെ വീൽ ചെയറിലിരുത്തി ഉന്തിക്കൊണ്ട് കാശി ഉമ്മറത്തേക്ക് വന്നു. സംഭാരം കുടിച്ച ഗ്ലാസ് കൈവരിയിൽ വെച്ച് കണാരൻ എഴുന്നേൽക്കുമ്പോൾ രാജീവൻ കാറുമായി എത്തി. രാജീവൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി കാശിയുടെ അടുത്തേക്ക് വന്നു. കാശി അമ്മയെ കോരിയെടുത്തതും രാജീവൻ വീൽ ചെയർ മടക്കിയെടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് ഡോർ തുറന്നു കൊടുത്തു. അമ്മയെ അകത്തേക്കിരുത്തി കാശിയും അമ്മാവനും കയറി. കണാരൻ രാജീവൻ്റെ ഒപ്പം മുന്നിലും. കണാരൻ പറഞ്ഞു കൊടുക്കുന്ന വഴിയിലൂടെ രാജീവൻ കൃത്യമായി വണ്ടി ഓടിച്ചു. കണ്ണേ, അമ്മ പറയുന്നത് നീ കേൾക്ക്. എൻ്റെ കുട്ടി ആ പച്ച ധാവണിയോടൊക്ക്, കാതിലീ കമ്മലും ഒരു കയ്യിൽ ആ കുപ്പിവളയും ഇട്. ഇങ്ങനെ മുഖം വലിച്ചു പിടിച്ചാൽ അതിൻ്റെ ഭംഗി കളയും. പറയുന്നത് കേൾക്ക് കുട്ടി. രാവിലെ തന്നെ മുഖവും വലിച്ചു കയറ്റി ഒന്നിലും തൃപ്തിയില്ലാതെ ഇരിക്കുന്ന കൺമണിയെ നോക്കി രാധ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അമ്മേ? അല്ലാതെ തന്നെ കണ്ടിഷ്ടപ്പെടുന്നവർക്ക് എന്നെ കെട്ടിച്ചു കൊടുത്താൽ മതി. അതത്രയേ ഉള്ളൂ. നിനക്കിഷ്ടമാവുന്നെങ്കിൽ മാത്രമേ ഈ ആലോചന അമ്മ മുന്നോട്ട് കൊണ്ടുപോകൂ. പക്ഷെ അവർ അത്രയും ദൂരെ നിന്ന് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മര്യാദ കാണിക്കണ്ടേ കണ്ണേ? ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വയ്ക്കാതെ ഒന്ന് ചിരിച്ചൂടെ നിനക്ക്? പിന്നമ്പുറ വഴി രാധ അകത്തേക്ക് കയറി വന്നു. നാരായണേട്ടത്തി അങ്ങ് പൊക്കോ, ഞാൻ ഇവളെ ഒരുക്കി കൃത്യസമയത്ത് ഉമ്മറത്തെത്തിച്ചോളാം. മുഖവും വലിച്ചു കയറ്റിയിരിക്കുന്ന കൺമണിയെ നോക്കിക്കൊണ്ട് രാധ നാരായണേട്ടത്തിയെ സമാധാനിപ്പിച്ചു. എൻ്റെ കൺമണി, ആ പാവത്തിന് ഇങ്ങനെ ശ്വാസം മുട്ടിക്കാതെ നിനക്കൊന്ന് പറഞ്ഞാൽ കേട്ടാൽ എന്താ? ഓ, ഇനി അമ്മയ്ക്ക് നിന്റെ റെക്കമെൻഡേഷൻ കൂടിയേ വേണ്ടിയിരുന്നുള്ളൂ. കൂടുതൽ ജാട ഇറക്കാതെ ഇതൊക്കെ എടുത്ത് ഇട് പെണ്ണേ അങ്ങോട്ട്. ദേ, ആ നിൽക്കുന്ന ചെമ്പരത്തി തൈയുടെ വളവിൽ വണ്ടി നിർത്താം, കണാരൻ രാജീവനോട് പറഞ്ഞു. വണ്ടി നിർത്തിയതും രാജീവൻ ഇറങ്ങി പിറകിൽ നിന്നും വീൽ ചെയർ എടുത്തു. കാശി അമ്മയെ എടുത്ത് വീൽ ചെയറിലിരുത്തി. പുറത്തൊരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടതും നാരായണി പുറത്തേക്ക് വന്ന് തലയെത്തിച്ചു നോക്കുമ്പോൾ കണ്ടു കണാരേട്ടനെ. രാധേ, അവളെ ഒന്ന് പെട്ടെന്ന് ഒരുക്കി ഇറക്കണേ, അവർ വന്നു. വാതിൽക്കളോളം എത്തി വന്ന് നാരായണേട്ടത്തി പറഞ്ഞു. രാധ ജനലിൻ്റെ ഇടയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ രാജീവനും കാശിയും അടുത്തടുത്ത് വരുന്നു. എൻ്റെ കണ്ണാ, നല്ല സൂപ്പർ ചെറുക്കന്മാരാ 2 പേര് വന്നിറങ്ങിയിട്ടുണ്ട്. അതിൽ നിൻ്റെ ആളാരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും 2 പേരും ഒന്നിനൊന്നിന് മെച്ചം. ഒരു ആയമ്മയെ വീൽ ചെയറിലിരുത്തി കൊണ്ടുവരുന്നുണ്ട്. ഇവരിൽ ആരുടെയോ അമ്മയാണ്, അതായത് ചെറുക്കൻ്റെ അമ്മ. നാരായണൻ ഉമ്മറത്തേക്ക് ചെന്ന് അതിഥികളെ സ്വീകരിച്ചു. കണാരനും ശേഖരനും പത്മവും അവരെ നോക്കി ചിരിച്ചു.
വീൽ ചെയർ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് കാശി അമ്മയെ എടുത്തു. രാജീവൻ വീൽ ചെയർ മടക്കിയെടുത്ത് അകത്തേക്ക് വെച്ചു. 1-2 കസേര പൊടി തുടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ശേഖരൻ ഇരുന്നു. അമ്മയെ അമ്മാവൻ്റെ അടുത്ത് കസേരയിൽ ചേർത്തിരുത്തി. നാരായണി അതിഥികളെ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. രാജീവനെയും കാശിയെയും മാറി മാറി നോക്കുന്നത് കണ്ട് കണാരൻ അവരെ പരിചയപ്പെടുത്തി. ഇത് കുന്നത്തെ പത്മാംബിക. നാരായണി പത്മത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മകനാണ് കാശിനാഥൻ. അടുത്തിരിക്കുന്ന കാശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ അവരെ പരിചയപ്പെടുത്തി. ഇവന് വേണ്ടിയാണ് ഇവിടുത്തെ കുഞ്ഞിനെ കാണാൻ വന്നത്. വെള്ള ഷർട്ടും ബ്ലൂ ജീൻസും ഇട്ട് അടുത്തിരിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനിലേക്ക് അവരുടെ കണ്ണുകൾ നീണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ നാരായണിക്ക് കാശിയെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കൺമണിക്ക് ചേർന്ന ചെറുക്കൻ. നിങ്ങളിരിക്കെ ഞാൻ അവളെ വിളിക്കാം പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോയി. നാരായണിയുടെ തൊട്ട് പിന്നാലെ തന്നെ കണാരനും അകത്തേക്ക് കയറി. വലിയ തറവാട്ടുകാരാകുമ്പോൾ അവരുടെ അന്തസ്സിന് ചേർന്ന രീതിക്കല്ലേ കണാരേട്ടാ നമ്മളെല്ലാം ചെയ്യേണ്ടത്? നാരായണിയുടെ സംശയം മുഴുവനും അതായിരുന്നു. എൻ്റെ നാരായണി, നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കാതെ ആദ്യം ആ കൺമണിയെ വിളിച്ച് അവരെ ഒന്ന് കാണിക്ക്. കുട്ടിയെ അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കട്ടെ. അത് ഞാൻ മറന്നു. അവർ വേഗം അടുക്കളയിലേക്ക് കയറി പകർത്തി വെച്ചിരിക്കുന്ന ചായ ഗ്ലാസ്സിലൊഴിച്ച് കണാരൻ്റെ കയ്യിൽ കൊടുത്തു. കണാരേട്ടൻ ചായയും കൊണ്ട് ഉമ്മറത്തേക്ക് ചെല്ല്. അപ്പോഴേക്കും ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം. അകത്തേക്ക് പോയ കണാരൻ ചായയുമായി തിരികെ വരുന്നത് കണ്ടപ്പോൾ അമ്മാവനും രാജീവനും ചിരിച്ചുപോയി. തൊട്ട് പിന്നെ കൊലുസിൻ്റെ കിലുക്കം അത് അടുത്തടുത്തേക്ക് നടന്നു വരും തോറും തൻ്റെ ഹൃദയതാളം മുറുകുന്നത് കാശി അറിയുന്നുണ്ടായിരുന്നു. മോളിങ് അടുത്തേക്ക് വാ, ചോദിക്കട്ടെ. അമ്മയുടെ ശബ്ദം കേട്ടാണ് കാശി മുഖമുയർത്തി നോക്കുന്നത്. ിൽ നിന്നും അകന്നുപോയ കൊലുസിൻ്റെയും കുപ്പിവളയുടെയും കിലുക്കം കേട്ടപ്പോൾ കാശിക്ക് തല ഉയർത്തി നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം കണ്ണിലുടക്കിയത് വെളുത്ത് നീലിച്ച നീളം കൈവിരലുകൾ, കൈ നിറയെ കുപ്പിവള, ചുവപ്പും പച്ചയും ഇടകലർത്തിയിട്ടിരിക്കുന്നു. കാലിൽ നിറയെ മണിയുള്ള പാദസരം. മോളുടെ പേരെന്താ? കൺമണി. പെട്ടെന്നാണ് കാശി നോട്ടം മാറ്റിയത്. പിന്നെ അവൻ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അമ്മയും അമ്മാവനും എന്തൊക്കെയോ ചോദിച്ചു. കാശി, നിനക്ക് മോളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അമ്മാവൻ്റെ ചോദ്യം കേട്ട് അവൻ മറ്റെങ്ങോ നോക്കി തലയാട്ടി. കൺമണി ഇടം കണ്ണിട്ട് അവനെ ഒന്ന് നോക്കി. വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും, പിന്നെ കണ്ണട വെച്ചിട്ടുണ്ട്. നെറ്റിയിലേക്ക് അലസമായി വീണ് കിടക്കുന്ന തലമുടി, പിന്നെ കുറ്റിത്താടിയും. അവൻ്റെ നോട്ടം മറ്റെങ്ങോ ആണ്. ഇനി തന്നെ ഇഷ്ടപ്പെട്ട് കാണില്ലേ? കൺമണി ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. മോളെ അമ്മയ്ക്ക് ഇഷ്ടമായി. പത്മത്തിൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവരെ നോക്കി ചിരിച്ചു. എന്നാൽ എൻ്റെ നോട്ടം മുഴുവനും ആ മുഖത്തേക്കായിരുന്നു. ഇടയ്ക്ക് ഫോൺ വന്നപ്പോൾ അതുമായി പുറത്തേക്കിറങ്ങി. ആൾക്ക് നല്ല പൊക്കമുണ്ട്. ഞാൻ തോളൊപ്പമേ എത്തൂ. കൺമണിയുടെ ആലോചന ആ വഴിക്കായിരുന്നു. ഒരു വട്ടം പോലും കാശിയുടെ നോട്ടം അവളെ തേടി എത്താതായപ്പോൾ ഈ വിവാഹത്തിന് ആൾക്ക് സമ്മതമില്ലെന്ന് അവളും മനസ്സിലാക്കി. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഒരുങ്ങി ഇറങ്ങിയതെങ്കിലും അമ്മയെയും ആളെയും കണ്ടപ്പോൾ സന്തോഷം തോന്നി. പക്ഷെ ആ ആളുടെ താല്പര്യമില്ലായ്മ കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കിയതേയില്ല. ഞങ്ങൾക്ക് മോളെ ഇഷ്ടമായി. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൂടി ആലോചിക്കൂ. കൂടെ വന്ന അമ്മ പറഞ്ഞു. കുഞ്ഞിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ. കണാരൻ പറഞ്ഞപ്പോൾ ശേഖരൻ പുറത്തേക്ക് ഫോണിൽ സംസാരിക്കുന്ന കാശി അടുത്തേക്ക് ചെന്നു. കുട്ടാ. അമ്മാവൻ്റെ വിളി കേട്ട് ഫോൺ മാറ്റി കാശി തിരിഞ്ഞു നോക്കി. നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമായോ? കാശി മറുപടി ഒന്നും പറഞ്ഞില്ല. അമ്മാവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. കുട്ടാ, ഇങ്ങനെ മറുപടിയില്ലാതെ നിന്നാൽ പറ്റില്ല. അവർക്കൊരു മറുപടി കൊടുക്കണം. ഞാൻ തീരുമാനമെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നതല്ലേ അമ്മാമ്മേ? പിന്നെന്താ? എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യൂ. ഒന്നിനും തടസ്സം പറയില്ല ഞാൻ. പോരെ? ശേഖരമ്മാവൻ്റെ മുഖം തെളിഞ്ഞു. പത്മം അവന് സമ്മതക്കുറവൊന്നുമില്ലല്ലോ. എല്ലാം നമ്മളോട് ആലോചിച്ചുറപ്പിക്കാൻ പറഞ്ഞു. എൻ്റെ നോട്ടം മുഴുവനും ആ ഒരാളിലായിരുന്നു. അപ്പോൾ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമുക്ക് വിവാഹം നടത്താം. അല്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ? നാരായണി പതറിപ്പോയി. കൺമണിക്ക് അച്ഛനില്ല. ഏട്ടൻ ആളുടെ വിവാഹം കഴിഞ്ഞു. ഭാര്യയ്ക്ക് എന്നോടും മോളോടും അത്ര പിടുത്തമില്ല. അതുകൊണ്ട് സഹായിക്കാൻ ആരുമില്ല. ഇടപെടിയെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നെക്കൊണ്ടാവും പോലെ ഡിഗ്രി വരെ പഠിപ്പിച്ചു. പിന്നെ നന്നായി ഡാൻസ് കളിക്കും. കുറച്ച് സാവകാശം തരണം. ഒന്നുമില്ലാതെ എൻ്റെ കുഞ്ഞിനെ. അമ്മയുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ കൺമണിക്ക് വല്ലാത്ത വേദന തോന്നി. നാണക്കേട് കൊണ്ട് അവളുടെ തല കുനിഞ്ഞു. കണ്ണു നിറഞ്ഞു. ഈ വിവാഹം വേണ്ട.
എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, അധ്വാനിക്കണം, ആരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കണം എന്നൊക്കെ വിളിച്ചു പറയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ തൻ്റെ അമ്മയുടെ മുഖം കണ്ടപ്പോൾ അവളുടെ നാവിന് കൂച്ചുവിലങ്ങ് വീണു. നിസ്സഹായാവസ്ഥ കണ്ണുനീരായി പുറത്തേക്ക് വന്നു. കരഞ്ഞത് ആരും കാണാതിരിക്കാൻ അവൾ വേഗം അകത്തേക്ക് കയറി. നാരായണി, ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. കൺമണിയെ എൻ്റെ സ്വന്തം മോളായാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അവൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. കുന്നത്തെ കാശിനാഥൻ്റെ പെണ്ണിന് വേണ്ട പൊന്നും പുടവയും ഒക്കെ ഞങ്ങൾ എത്തിച്ചു കൊള്ളാം. അതിലൊന്നും കുറച്ചിൽ വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് കൊടുക്കാൻ മറ്റാരുമില്ല താനും. നിങ്ങൾ കൺമണിയുടെ സമ്മതം മാത്രം ചോദിച്ച് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ വേണ്ടത് ചെയ്യാം. പത്മം പറയുന്നത് കേട്ടപ്പോൾ നാരായണി അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അമ്മ നോക്കിയിടത്തോളം ഇതൊരു നല്ല സംബന്ധമാണ് മോളെ. ഇത് നടന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യമല്ലേ. ഒന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നാലും അമ്മേ, എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ഒരുപാട് ചെറുതായി പോവില്ലേ? കൺമണിക്ക് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കണാരേട്ടൻ പറഞ്ഞത് വളരെ നല്ല കൂട്ടരാണെന്നാണ്. ആ അമ്മയുടെയും അമ്മാവൻ്റെയും സ്വഭാവം കണ്ടാൽ തന്നെ അറിയാം നല്ല ആൾക്കാരാണെന്ന്. നിനക്ക് സമ്മതമാണോ അല്ലയോ എന്ന് അവർ ചോദിക്കുന്നു. അമ്മ എന്ത് പറയണം? ആ മുഖത്തേക്ക് നോക്കി സമ്മതമല്ലെന്ന് പറയാൻ നാവ് കൊതിക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ മുഖത്തെ പ്രത്യാശ കണ്ടപ്പോൾ അതിനും കഴിയുന്നില്ല. കണ്ണേ, ഈ വിവാഹത്തിന് മൂക്ക് സമ്മതമല്ലെന്നുണ്ടോ? പെണ്ണ് കാണാൻ വന്നിട്ട് ഒരിക്കൽ പോലും തൻ്റെ മുഖത്തേക്ക് നോക്കാത്ത അയാളെക്കുറിച്ചായിരുന്നു അപ്പോൾ കൺമണിയുടെ ചിന്ത. എന്നിട്ടും അമ്മയോട് സമ്മതമല്ലെന്ന് അവൾ പറഞ്ഞില്ല. ഞാൻ സമ്മതമെന്നൊരു വാക്ക് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സമാധാനം കിട്ടുമെങ്കിൽ, സന്തോഷം കിട്ടുമെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല അമ്മേ, അമ്മ തീരുമാനിക്കുന്നത് പോലെ. കണ്ണേ, അവളെ ചേർത്ത് പിടിച്ച് നെറുകിൽ ചുംബിച്ചു നാരായണി. പുറത്തേക്ക് വരുമ്പോൾ നാരായണിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു. എന്തായി നാരായണി, കൺമണിക്ക് സമ്മതമാണോ ഈ വിവാഹത്തിന്? ഇഷ്ടക്കേടൊന്നും പറഞ്ഞില്ല. അത് പറയുമ്പോൾ നാരായണിയുടെ മുഖം വിടർന്നു, കണ്ണുകളിൽ പ്രതീക്ഷ. എന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിട്ട് ഞങ്ങൾ അറിയിക്കാം. ഒന്നുകൊണ്ടും നാരായണി സങ്കടപ്പെടേണ്ട. എല്ലാം ഭംഗിയായി തന്നെ നടക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ശേഖരേട്ടൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ചു കൊള്ളും. എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. കൺമണിയെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. പത്മം പറയുന്നത് കേട്ടപ്പോൾ അമ്മ അകത്തേക്ക് പോയി നീട്ടി വിളിച്ചു, കണ്ണേ. അവരുടെ വിളി കേട്ടതും വീണ്ടും അകത്ത് നിന്ന് പാദസരത്തിൻ്റെ കുപ്പിവളയുടെയും ഒച്ച പുറത്തേക്ക് വന്നു. ഞങ്ങൾ ഇറങ്ങുകയാണ്. അത് മോളോട് പറയാൻ വേണ്ടി വിളിച്ചതാണ്. സങ്കടപ്പെടരുത് കേട്ടോ. എല്ലാത്തിനും ഇനി കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അത്രയധികം വാത്സല്യത്തോടെ പത്മം അവളെ നോക്കി പറഞ്ഞു. കാശി അമ്മയെ എടുത്തതും രാജീവൻ വീൽ ചെയർ മടക്കി കാറിലേക്ക് വെച്ചു. ശേഖരമാമൻ കൺമണിയുടെ അടുത്ത് വന്ന് കൈ പിടിച്ച് കാറിനടുത്തേക്ക് വരെ കൊണ്ടുവന്നു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. എല്ലാവരും യാത്ര പറഞ്ഞു പോയപ്പോഴും കൺമണി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. പെണ്ണ് കാണാൻ വന്നിട്ട് ആ പെണ്ണിൻ്റെ മുഖത്തുപോലും നോക്കാത്ത ഒരാളോടൊപ്പമുള്ള വിവാഹം ആലോചിക്കുമ്പോൾ കൺമണിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. തുടരും.